ഒടുവിൽ ഇറാന്റെ സൈന്യം സിറിയയിൽ ഇറങ്ങി. കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ പ്രസിഡന്റ് ബഷർ അൽ അസദ് ഇറാനോട് സഹായ അഭ്യർത്ഥന നടത്തിയത്. സൈനികമായിരിക്കുന്ന സഹായം തങ്ങളുടെ രാജ്യത്തിന് അനിവാര്യമായിരിക്കുന്നു, നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവണം എന്ന തരത്തിലുള്ള ഒരു അപേക്ഷയാണ് ഇറാന്റെ പ്രസിഡന്റിനോട് തന്നെ നേരിട്ട് കൊണ്ട് സിറിയയുടെ പ്രസിഡന്റ് ബഷർ അൽ അസദ് പറഞ്ഞിരിക്കുന്നത്. അതിന് അദ്ദേഹം പറയാനുള്ള ഒരു പ്രധാനമായിരിക്കുന്ന കാര്യം, അലപ്പോ നഗരത്തിലെ സിറിയൻ പ്രസിഡന്റിന്റെ കൊട്ടാരം വിമതപക്ഷം പിടിച്ചടക്കുകയും അതിനോടനുബന്ധിച്ചുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങൾ കയ്യേറുകയും ചെയ്തു. സാമ്പത്തികപരമായ രീതിയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഗവൺമെന്റിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അവിടെ സൂക്ഷിക്കപ്പെട്ട വിലപിടിപ്പുള്ള പല സാധനങ്ങളും ഈ വിമത വിഭാഗം അടിച്ചുകൊണ്ടുപോയി എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ അലപ്പോ നഗരം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റമുള്ള ഈ സിറിയയുടെ രണ്ടാമത്തെ വലിയ നഗരമാണ്. അപ്പോൾ തലസ്ഥാന നഗരിയിലേക്ക് ഈ സൈന്യം നീങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ അതിന് പ്രതിരോധമുണ്ടാക്കിക്കൊണ്ട് അവരെ ഒതുക്കുക അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുക, അതിനു വേണ്ടിയിട്ടുള്ള വലിയ സഹായമാണ് ഇറാനോട് ബഷർ അസദ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പ്രത്യേകമായിരിക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് സിറിയയിൽ വിമതപക്ഷത്തിന്റെ മുന്നേറ്റം അത് ഭാവിയിൽ ഇറാനെയും ബാധിക്കും എന്നുള്ളത് കൃത്യമായി അവർക്കറിയാവുന്നതാണ്. റഷ്യൻ സൈന്യം കഴിഞ്ഞ ദിവസമാണ് സിറിയയിൽ ഇറങ്ങുന്നു. ഈ വിമതപക്ഷത്തെ പരമാവധി അവരില്ലാതാക്കുന്നു. 400 പേരെങ്കിലും കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ആകാശയുദ്ധമാണ് അവർ ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിച്ചത്. കരയുദ്ധത്തെ ഒഴിവാക്കിക്കൊണ്ട് വ്യോമാക്രമണം നടത്തിക്കൊണ്ടാണ് ഈ മേഖലയിലുള്ള സൈനിക സാന്നിധ്യം ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം നടത്തിയത്. അൽ താഹിർ ഗ്രൂപ്പ് എന്ന് പറയുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു വിമത ഗ്രൂപ്പാണ് ഇപ്പോഴത്തെ നിലവിലെ ഈ സാഹചര്യത്തിലുള്ള അക്രമത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്നത് എന്ന തരത്തിലാണ്. മുൻപേ ഇവരുണ്ടെങ്കിലും ഏറെക്കുറെ ഇവർ ശാന്തമായിരുന്നു. 2016 കാലത്താണ് സജീവമായത്. പിന്നീട് അവരെ മുഴുവനും ഒതുക്കാൻ വേണ്ടിയിട്ട് റഷ്യൻ സൈന്യത്തിനും ഇറാൻ സൈന്യത്തിനും സാധിച്ചു. അങ്ങനെ ഏറെക്കുറെ അവർ ഒതുങ്ങിപ്പോയതിനു ശേഷം ഇപ്പം രണ്ടാം ഘട്ടത്തിൽ വീണ്ടും അവർ പുനർജനിച്ചിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം റഷ്യയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്ന നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സിറിയയുടെ ഗവൺമെന്റും സംവിധാനങ്ങളും അവിടെ നിലനിൽക്കൽ അനിവാര്യമാണ്. വിമതപക്ഷത്തിന് ഏത് തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടായാലും അതിന്റെ ക്ഷീണം ഭാവിയിൽ ഈ മേഖലയെ സാരമായിട്ട് ബാധിക്കും എന്നതിനാലും ഇറാന്റെ താല്പര്യങ്ങൾ സിറിയയിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം സംജാതമാകും എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലുമാണ് യഥാർത്ഥത്തിൽ സൈനിക സന്നാഹം അവിടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ ഇറാഖിന്റെ വലിയ സഹായവും സിറിയക്ക് സൈനികമായിട്ട് തന്നെ ലഭിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും നേരിട്ട് കൊണ്ട് ഒരു സൈന്യം ഫലസ്തീന്റെ പോരാളികളോടൊപ്പം ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു സംവിധാനം ഇല്ല. അതോടൊപ്പം തന്നെ മറ്റ് വിമത വിഭാഗം എന്ന് പറയുന്ന വിഭാഗത്തെയും സഹായിക്കാൻ വേണ്ടി സൈനികരയക്കുന്ന സംവിധാനമില്ല. ഹൂത്തികൾക്ക് നേരെയാണെങ്കിലും ഹിസ്ബുള്ള ഗ്രൂപ്പിന് നേരെയാണെങ്കിലും ഇറാഖിലെ മിലീഷ്യ വിഭാഗത്തിന്റെ നേർക്കാണെങ്കിലൊക്കെ മറ്റുള്ള രാജ്യങ്ങൾ സൈന്യത്തെ അയച്ചുകൊണ്ട് ആ ട്രൂപ്പിനെ സഹായിക്കുന്ന ഒരു സംവിധാനം നിലവിൽ റിപ്പോർട്ടായിട്ട് പുറത്തു വരാത്തതാണ്. എന്നാൽ ഇവിടെ സ്ഥിതിക്ക് വലിയ മാറ്റമുണ്ട്. കാര്യമെന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കാൻ എല്ലാ തരത്തിലുമുള്ള സൈനികപരമായിരിക്കുന്ന ശക്തിയും ബലവുമുള്ള ഒരു രാജ്യമാണ് സിറിയ എന്ന് പറയുന്നത്. ആ രാജ്യത്തിന് സൈനിക ശക്തി ഇല്ലെങ്കിലും ആ രാജ്യത്തിന്റെ അകത്ത് വെച്ചാണ് റഷ്യയും ഇറാനും ഇവർക്കെതിരെയുള്ള എല്ലാവിധ തന്ത്രങ്ങളും മെനയുന്നത്. വലിയ രീതിയിലുള്ള ആയുധ സംവിധാനങ്ങളും സൈനിക സംവിധാനവും സിറിയയുടെ ഭൂമിയിൽ റഷ്യക്കുമുണ്ട്, ഇറാനുമുണ്ട്. അപ്പോൾ ഏറെക്കുറെ ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാൻ എന്നാണ് ഇപ്പോഴത്തെ ഒടുവിലത്തെ റിപ്പോർട്ട് പറയുന്നത്. മാത്രമല്ല ഇത്തരം ഒരു കലാപങ്ങളോ ആഭ്യന്തരപരമായിരിക്കുന്ന ഒരു കുഴപ്പമോ സിറിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് ഉണ്ടാവുമെന്ന് ഏറെക്കുറെ മുൻകൂട്ടി മനസ്സിലാക്കിയ രാജ്യം കൂടിയാണ് ഇറാനും റഷ്യയും. അതവർ പറയുകയും ചെയ്യുന്നുണ്ട്. കാര്യമെന്ന് പറയുന്നത് നിലവിലെ ഇസ്രായേലിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അവർ ഞെട്ടലൊടിഞ്ഞ് വീണിരിക്കുന്ന ഒരു പരിതസ്ഥിതിയിലാണ്. അവസാനഘട്ട യുദ്ധം അല്ലെ അവസാനഘട്ടത്തെ ജീവവായു നിലനിർത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രാജ്യത്തിന്റെ അകത്ത് ആഭ്യന്തര കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതും തങ്ങൾ അത് കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്തിക്കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളൊരു അഭിപ്രായം ഇതിൻ്റെ ഇടയിൽ തന്നെ പുറത്തു വന്നതാണ്.
അവരത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ നിലവിൽ ഈ സാഹചര്യത്തെയൊക്കെ വിലയിരുത്തുന്ന സമയത്ത് വളരെ പെട്ടെന്നാണ് അലപ്പോ നഗരവുമായിട്ട് ബന്ധപ്പെട്ട് വിമതപക്ഷം സൈനികമായ രീതിയിൽ മുന്നേറ്റം നടത്തുന്നു, വലിയ വെടിവെപ്പുകൾ ഉണ്ടാകുന്നു. അവിടെ സിറിയയുടെ സൈന്യം ഒഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ഓടിപ്പോകുന്നു. ഇവരുടെ ഭാഷയിൽ അവർ ഓടിപ്പോകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ നഗരത്തിലെ പ്രാന്തപ്രദേശമായിരിക്കുന്ന പരമാവധി മേഖലയെല്ലാം ഈ വിമത വിഭാഗം, അൽത്താഹിർ ഗ്രൂപ്പ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്, അവർ പിടിച്ചടക്കുന്നു. ജനങ്ങൾ ഒരുപാട് മരണപ്പെട്ട് 100-ലധികം ആളുകൾ മരണപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു. ആദ്യം 7 പേരായിരുന്നു, പിന്നെ അത് 30 ചെല്ലാനായി. ഇപ്പോൾ 100ഓളം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു. അത് സാധാരണക്കാരും സൈനികരും വിമതപക്ഷവും എല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നീട് റഷ്യയുടെ വൈമാനിക അക്രമത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള നാശങ്ങളാണ് വിമത ഗ്രൂപ്പിനുണ്ടായത്. ഈ വിമത ഗ്രൂപ്പിന് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അവർ ചെയ്തത് വളരെ മണ്ടത്തരമാണ് എന്ന് തന്നെയാണ് അഭിപ്രായം. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, നിലവിലെ സാഹചര്യം സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേവലം ഒരു രാജ്യത്തിൻ്റെ അകത്തുണ്ടാകുന്ന ആഭ്യന്തര വിഷയങ്ങളിൽ മറ്റൊരു രാജ്യം ഇടപെടാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയമായിട്ട് തന്നെയാണ് പരിഗണിക്കാറുള്ളത്. പതിറ്റാണ്ടുകളോളം അങ്ങനെ ആഭ്യന്തര കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്ന ഒരുപാട് രാജ്യമുണ്ട്. ശ്രീലങ്കയിൽ അങ്ങനെ പതിറ്റാണ്ടുകളോളം ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്ന രാജ്യമാണ്. അതിലൊക്കെ ഇന്ത്യ ഇടപെടുന്നത് വല്ലാത്ത രീതിയിൽ പിന്നോക്കം നിന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ ഇന്ത്യ അത്തരം വിഷയത്തിൽ ഇടപെടാറില്ല. രാജീവ് ഗാന്ധിയുടെ സമയത്താണ് ഒരു പ്രാവശ്യം ശ്രീലങ്കൻ വിഷയമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ പുലികൾ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ പുലികൾക്ക് നിന്ന് ആ രാജ്യത്തെ സംരക്ഷിക്കാൻ എന്ന തരത്തിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ സൈന്യം അവിടെ ഇറങ്ങുന്നത്. ആ സമയത്ത് തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ശ്രീലങ്കയിൽ അദ്ദേഹത്തിൻ്റെ വധശ്രമം, രാജീവ് ഗാന്ധിക്ക് നേരെ വധശ്രമം നടത്തി. പിന്നീട് ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് സ്ഫോടനം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയമാണ് അതിന് തുടർച്ചയായിട്ടുള്ളത്. ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ പല ഘട്ടങ്ങളിലും രാജ്യങ്ങൾ ഇടപെടാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷത്തിലാണ് 2016 കാലത്തൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വിഭാഗത്തിന് സാധിച്ചത്. മറ്റ് രാജ്യങ്ങളൊന്നും കാര്യമായിട്ട് ഇടപെട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്പോൾ സ്ഥിതിവിശേഷം മാറി. ഉക്രൈനിലാണെങ്കിലും ഇസ്രായേലാണെങ്കിലും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ലോകരാജ്യങ്ങളുടെ പങ്ക് വളരെ വളരെ വലുതാണ്. ആ പങ്കിനിടയിൽ വിമതപക്ഷമായിരിക്കുന്ന ഒരു ഗ്രൂപ്പ് സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ സൈനികർക്കെതിരെയോ ഒരു ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയം ഉണ്ടാക്കിയിട്ട് അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ്. ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ വിമതപക്ഷ ഗ്രൂപ്പ് സിറിയയിൽ നടത്തിയത്. ഒരിക്കലും അവർക്ക് അതിജീവിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അവർക്ക് നിലനിൽക്കാൻ പോലും സാധിക്കുകയില്ല. അവർ മരണം പ്രതീക്ഷിക്കുന്ന വിഭാഗമായി ശേഷിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വിമത വിഭാഗത്തെ രഹസ്യമായിട്ട് മാത്രമാണ് സഹായിക്കുകയാണെങ്കിൽ അമേരിക്കൻ മിസൈൽ സഹായിക്കുക. പരസ്യമായിരിക്കുന്ന ഒരു സഹായം ഒരിക്കലും അവർ ചെയ്യില്ല. അതുകൊണ്ടൊക്കെ അതിനൊക്കെ പരിധികളുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നിലവിലെ സിറിയയിലെ സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി പരസ്യമായി തന്നെ റഷ്യൻ സൈന്യം മുന്നോട്ട് വന്നിട്ടുണ്ട്. റഷ്യൻ സൈന്യം സിറിയയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. പിന്നെ 2ാം ഘട്ടത്തിൽ ഇറാന്റെ സൈന്യം സിറിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറാഖിന്റെ സൈന്യം ഒന്നുകിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇറങ്ങാൻ അല്ലെങ്കിൽ ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ രണ്ടാലൊരു സംഭവങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ലോക സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള രാജ്യങ്ങൾ ഈ വിമത ന്യൂനപക്ഷ ഗ്രൂപ്പിനെതിരെ സംഘടിച്ചുകൊണ്ട് സിറിയയുടെ ഭൂമിയിൽ നിന്ന് അവരെ ആക്രമിക്കുന്ന ഒരു പരിസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരിക്കലും പിടിച്ചെടുക്കാൻ വേണ്ടി കഴിയില്ല. ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെയോ താല്പര്യങ്ങൾ അവിടെ സിറിയയുടെ അകത്ത് ഉയരുകയില്ല, അല്ലെങ്കിൽ ലക്ഷ്യം കാണുകയില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുന്ന കാര്യമാണ്. 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലൊക്കെ ഇവർക്ക് വലിയ മുന്നേറ്റം സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. അതിപ്പോഴും കാണുന്നു. അതുകൊണ്ടാണ് അലപ്പോ നഗരത്തിൽ സിറിയയുടെ പ്രസിഡന്റിന്റെ കൊട്ടാരം പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു. അവിടെ ഒരു വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ അകത്ത് കയറിയിട്ട് ഒരുപാട് ഫോട്ടോ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്, അവരെടുത്തതായിട്ട് പറയപ്പെടുന്നത്. അത് മുൻപ് ഇറാഖും അമേരിക്കയും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഇറാഖിന്റെ സദ്ദാം ഹുസൈൻ്റെ കൊട്ടാരത്തിൽ കയറിക്കൊണ്ട് അമേരിക്കയുടെ സൈനികർ ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്ന് അന്ന് തന്നെ ഒരു പരാതിയും കാര്യങ്ങളുണ്ടായിരുന്നു. അത് സൈനികർ സ്വാഭാവികപരമായ രീതിയിൽ അക്രമം ഉണ്ടാകുന്ന സമയത്ത് ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ്. ഏതായിരുന്നാലും സിറിയ കീഴടക്കുക, അല്ലെങ്കിൽ അവിടുത്തെ സൈന്യത്തെ അട്ടിമറിക്കുക, അല്ലെങ്കിൽ ഭരണകൂടത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് ഈ അൽത്താഹിർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നടക്കാത്തൊരു കാര്യമാണ്, ദിവാസ്വപ്നമാണ്. അതിനെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കാൻ ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളും അതിൻ്റെ സൈനിക സംവിധാനങ്ങളും സൈനികരും ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നു സിറിയയിൽ എന്നതിനാൽ തന്നെ
ഒരിക്കലും അവർക്ക് വല്ലാതൊന്നും മുന്നേറാൻ വേണ്ടി സാധിക്കില്ല. അവർ ഇല്ലാതാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ സിറിയയെ മോചിപ്പിക്കുക എന്നുള്ളതും സിറിയയിൽ നിലവിലുള്ള ഭരണ സംവിധാനം നിലനിർത്തുക എന്നുള്ളതും അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് റഷ്യയും ഇറാഖും ഇറാനും ഈ കാര്യത്തിൽ കരുതുന്നത്. ഇവരൊക്കെ രാഷ്ട്രങ്ങളൊക്കെ ഒരേ നിലപാടാണ്, ഈ കാര്യത്തിലൊക്കെ ഒരേ നിലപാടാണ്. തുർക്കിയുടെ നിലപാട് മാത്രമാണ് ഇതിൽ അറിയാൻ വേണ്ടി ബാക്കിയുള്ളത്. അവിടെയുള്ള കുർദു വിഭാഗം ഇവരെ സഹായിക്കുന്നുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണ കാര്യങ്ങൾ വരുന്നുണ്ട്. അമേരിക്കയാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ഈ വിമത വിഭാഗത്തിന് സഹായം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പരസ്യമായ രീതിയിൽ ആയുധം നൽകാൻ അവർക്ക് ധൈര്യമില്ല എന്നത് യഥാർത്ഥത്തിൽ ഇവർ അസ്തമിക്കാൻ പോകുന്നു എന്നതിൻ്റെ തെളിവായിട്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.